മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഗുരുതരമായ പിശക് നേരിട്ടതായി റിപ്പോർട്ട്. പോൾ ചെയ്ത വോട്ടിനേക്കാൾ 5 ലക്ഷത്തിലേറെ വോട്ടുകൾ എണ്ണിയിട്ടുണ്ടെന്നാണ് ദി വയർ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ആകെ പോൾ ചെയ്തത് 64,88,195 വോട്ടുകളാണ്. എന്നാൽ 64,59,2508 വോട്ടുകൾ എണ്ണിയിട്ടുണ്ടെന്നാണ് ദി വയറിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. 8 മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കുറവ് വോട്ടുകളാണ് എണ്ണിയത് എന്നും അതേസമയം 280 മണ്ഡലങ്ങളിൽ എണ്ണിയത് പോൾ ചെയ്യപ്പെട്ടതിനേക്കാൾ കൂടുതലാണെന്നുമാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അഷ്ടി മണ്ഡലത്തിൽ 4,538 വോട്ടുകൾ അധികമായി എണ്ണിയിട്ടുണ്ട്. ഒസ്മാനാബാദ് മണ്ഡലത്തിൽ 4,155 വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. സംസ്ഥാനത്താകെ മൊത്തം വോട്ടിനേക്കാൾ 5,04,313 വോട്ടുകൾ അധികമായി എണ്ണിയെന്നാണ് ദി വയർ അവകാശപ്പെടുന്നത്. ഭൂരിപക്ഷത്തിൽ കുറഞ്ഞ വ്യത്യാസം മാത്രമുള്ള മണ്ഡലങ്ങളിലെ ഫലങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ് ഈ കണക്കുകളെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഗോത്ര സംവരണ മണ്ഡലമായ നവാപൂരിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 81.15% പോളിംഗ്. 2,95,786 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. പോളിംഗ് ശതമാനം അനുസരിച്ച് 2,40,022 വോട്ടുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. എന്നാൽ ഇവിടെ എണ്ണിയത് 2,41,191 വോട്ടുകളാണ്. 1,171 വോട്ടുകളാണ് ഇവിടെ കൂടുതലായി എണ്ണിയത്. ഈ മണ്ഡലത്തിലെ ഭൂരിപക്ഷം 1,122 ആണെന്നതാണ് ശ്രദ്ധേയം. മാവൽ മണ്ഡലത്തിലാകട്ടെ വോട്ട് ചെയ്തതിനേക്കാൾ കുറവ് വോട്ടുകളാണ് എണ്ണിയത്. 3,86,172 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. ഇവിടുത്തെ വോട്ടിംഗ് ശതമാനം 72.59 ആയിരുന്നു. ഇത് പ്രകാരം വോട്ട് ചെയ്തത് 2,80,319 പേരാണ്. എന്നാൽ ഇവിടെ എണ്ണിയ വോട്ടുകളുടെ എണ്ണം 2,79,081 ആണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പോൾ ചെയ്ത വോട്ടിനേക്കാളും 1,238 വോട്ടുകൾ കുറവാണിത്. ദി വയറിന്റെ റിപ്പോർട്ട് തള്ളുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. മഹാരാഷ്ട്രയിൽ പോൾ ചെയ്തതിനേക്കാൾ 5,04,313 വോട്ട് അധികമായി എണ്ണിയെന്നുള്ള റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. പോസ്റ്റൽ വോട്ടുകൾ കൂടാതെയുള്ള കണക്കുകളാണ് പുറത്തുവിട്ടത് എന്നും അതുകൂടാതെയുള്ള കണക്കായതിനാലാകും വയറിന് തെറ്റുപറ്റിയതെന്നുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. പോസ്റ്റൽ ബാലറ്റുകൾ EVM വോട്ടുകളിൽ കണക്ക് കൂട്ടാറില്ലെന്നും ഇതാണ് പിശകിന് കാരണമെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സത്യത്തിൽ കേവലം ഭരണ തുടർച്ച എന്നതിനപ്പുറം ദേശീയ രാഷ്ട്രീയത്തിൽ കാര്യമായ പ്രതിഫലനം ഉണ്ടാക്കുന്നതാണ് മഹാരാഷ്ട്ര ഫലം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഏറ്റവും വലിയ പോരാട്ടമാണ് മഹാരാഷ്ട്രയിൽ നടന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുറഞ്ഞ സീറ്റുകളോടെയാണെങ്കിലും 3ാം തവണയും BJP അധികാരത്തിൽ തിരിച്ചെത്തിയിരുന്നു. NDA സഖ്യകക്ഷികളുടെ സഹായത്തോടെയാണ് BJP സർക്കാർ ഭരണം നടത്തുന്നത്. എന്നിരുന്നാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിന്റെ ഒരു ബലഹീനതയും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. കൂടാതെ ആയുഷ്മാൻ ഭാരത് മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ വിപുലീകരിക്കുകയും യുണൈറ്റഡ് പെൻഷൻ സ്കീം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വഖഫ് ബില്ലുമായി മോദി സർക്കാർ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകും. യൂണിഫോം സിവിൽ കോഡ് മുന്നോട്ട് കൊണ്ടുപോകാനും തിരഞ്ഞെടുപ്പ് ഫലം സഹായിച്ചേക്കാം. വഖഫ് ബില്ലിന്മേലുള്ള JPCയുടെ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ശീതകാല സമ്മേളനത്തിൽ തന്നെ ഉണ്ടായേക്കുമെന്നാണ് വിവരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് നേരിട്ടത്. മുസ്ലിം വോട്ടുകൾ പ്രതിപക്ഷ പാർട്ടികളിലേക്ക് പോയപ്പോൾ ജാതി സെൻസസിനെ ചുറ്റിപ്പറ്റിയുള്ള കോൺഗ്രസ് പ്രചരണം BJP വോട്ടുകൾ വെട്ടിക്കുറച്ചു. UPയിലും പശ്ചിമ ബംഗാളിലും മഹാരാഷ്ട്രയിലും പൊതു തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി തന്നെ നേരിട്ടു. എന്നാൽ 6 മാസത്തിന് പുറം മഹാരാഷ്ട്ര വീണ്ടും BJPക്കൊപ്പം തന്നെ നിന്നു. ഹിന്ദുത്വ 2:0 പരീക്ഷണശാലയായി മഹാരാഷ്ട്ര മാറിയിട്ടുണ്ട്. ഏതായാലും ഹരിയാനയിലെ ചരിത്ര വിജയത്തിന് തൊട്ടു പിന്നാലെ മഹാരാഷ്ട്രയിലെ BJPയുടെ തകർപ്പൻ പ്രകടനം കേന്ദ്ര സർക്കാരിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനിടയിലാണ് മഹാരാഷ്ട്രയിലെ BJPയുടെ കള്ളക്കളി പലതും പുറത്തുവരുന്നത്.